ഞാൻ റിലേഷൻഷിപ്പിലാണോ ഇപ്പോ? ആണോ? അല്ല. അല്ല. ഞാൻ കേട്ടത് ആണെന്നാണ് അല്ലല്ല. പറഞ്ഞത്. അത് ഓക്കെ. ഐ ആം ഫ്രെയിമിംഗ് മൈ ഓൺ ക്വസ്റ്റ്യൻ. ഓക്കെ. സോ ഞാനൊരു റിലേഷൻഷിപ്പിലാണോ? ഉം. അല്ല. ഉം. എനിക്കൊരാളെ ഇഷ്ടമാണോ? ഉം. തീർച്ചയായിട്ടും എനിക്കൊരാളെ ഇഷ്ടമാണ്. ഉം. എന്റെ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടോ? ഉം. ഏയ് ഇല്ല. ഉം. എനിക്ക് അതിനുള്ള പ്രായമോ പക്വതയോ എത്തിയിട്ടില്ല. ഇപ്പൊ ഞാൻ മാധവ് സുരേഷ് 24-ാം വയസ്സിൽ ആ പ്രായത്തിലൂടെ എത്തിയിട്ടില്ല. ഉം. 24-ലും 21-ലും 18-ലും വരെ പക്വത എത്തുന്ന ആൾക്കാരുണ്ട്. ഉം. ഞാൻ ഒരു പുതിയ കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറുവാണ്. ഉം. അതിന് അതിൻ്റെതായ സ്ട്രഗിൾസ് ഉണ്ട്. അതിലൂടെ ഞാൻ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ എന്നെ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുകയാണ്. ഉം. സ്റ്റെബിലിറ്റിയും സമാധാനവും ലൈഫിലോട്ട് വരുന്ന സമയത്ത് ഒരു പാർട്ട്ണറിനെ ഏറ്റെടുക്കാനുള്ള പക്വത എനിക്ക് വന്നാൽ ഉം. ആ സമയത്ത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. റിലേഷൻഷിപ്പ് ആയാലും മാരേജ് ആണെങ്കിലും കിഡ്സ് എവറിത്തിങ് ദാറ്റ് ഫോളോസ് ഇറ്റ്സ് ഫോർ ദാറ്റ് പോയിന്റ്. ഇന്ന് മാധവ് സുരേഷ് ഒരു കരിയറിലോട്ട് വെഞ്ചർ ചെയ്ത് കയറിയിരിക്കുന്ന ഒരാളാണ്. സ്വന്തം ജീവിതം സമാധാനമായിട്ട് ജീവിച്ചു പോകാൻ നോക്കുന്ന ഒരാളാണ്. ഓക്കെ. അതേ സമയത്ത് പ്രേമമൊക്കെ ഉണ്ടാവാം, ഏതൊരു മനുഷ്യനും ഉണ്ടാവും. അതെ. അതേപോലെ എനിക്കൊരാൾ ഇഷ്ടമാണ്. ഉം. അത് സബ്സ്റ്റാൻഷ്യൽ ആയിട്ട് സിഗ്നിഫിക്കന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ, അറിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്നേരം അറിയും. കുടുംബക്കാരും ഞാനും അറിയിച്ചോളാം. അറിയിച്ചുള്ളൂ. ഇപ്പോൾ നമ്മുടെ സെലിബ്രിറ്റിയുടെ പേര് തന്നെയാണെങ്കിൽ പോലും ദിലീപേട്ടന്റെ മോള് മീനാക്ഷിയുടെ പേരിലും ഒക്കെ കുറെ നിങ്ങളുടെ തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചു വിത്ത് ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെയാ വരുന്നത്. എന്തൊക്കെ റൂമേഴ്സ് ഓരോന്നും പറഞ്ഞ ആൾക്കാർ, അതെ വേറെ എന്തിനൊക്കെയോ പോയപ്പോത്തെ എവിടത്തേക്കോ ഫോട്ടോ എടുത്തിട്ട് ആൾക്കാർ വെറുതെ ഇട്ട് ട്രോളും ഓരോന്നും പറഞ്ഞ് ഓരോ റൂമേഴ്സും വരുന്നുണ്ട് വേറെ ഓരോന്നും പറഞ്ഞിട്ട് അല്ലേ? മീനാക്ഷിയുടെ കാര്യം പറയാനാണെങ്കിൽ ഞാനും മീനാക്ഷിയും വളരെ നല്ല ഫ്രണ്ട്സ് ആണ്. നമ്മൾ ഏകദേശം ലൈഫിന് ഒരേ പേഴ്സ്പെക്റ്റീവ്, ഏകദേശം മാധവും മീനാക്ഷി എന്ന് പറയുന്നത് ആണും പെണ്ണും വേർഷൻസ് ആണ് ആണല്ലേ? എന്ന് പറയാൻ പറ്റും. പല കാര്യങ്ങളിലും ബിഹേവിയർ ആയാലും സംസാരിക്കുന്ന രീതിയാണെങ്കിലും അങ്ങനെയുള്ളതാ. നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ്. Are we best friends? No. Are we friends? Close friends? Yes, we are. അതിന്റെ മുകളിലോട്ട് ഒരു ചെറിയ, ഞാനും ദിലീപ് അങ്കിൾ ഒരു ഫോട്ടോ ഇട്ടാലോ, ഇനി മീനാക്ഷി എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നാലോ, നമ്മൾ ഇതിൽ ഇവന്റിൽ വെച്ച് കണ്ടൊരു ഫോട്ടോ ഇട്ടാലോ, നേരെ കല്യാണാലോചനയോട്ട് പോകുന്നത് അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഗോസ് ബാക്ക് ഡൗൺ ടു റേറ്റിംഗ്സ്, ആൾക്കാരുടെ ക്ലിക്സ്. അത് കിട്ടാൻ വേണ്ടി ഇങ്ങനെ ഒരു 2 സെലിബ്രിറ്റീസിന്റെ മക്കളെ വിവാഹം കഴിക്കുന്നു എന്നുള്ള ന്യൂസ് വരുമ്പോൾ ആരായാലും ക്ലിക്ക് ചെയ്ത് പോകും, എസ്പെഷ്യലി ഇൻ ദിസ് ക്രൗഡ്. ഞാൻ എന്നെ തന്നെ പിടിച്ച് പുകഴ്ത്തി പറയുന്നതല്ല, ബട്ട് അഗൈൻ ഈ പേര് സുരേഷ് ഗോപി ആൻഡ് ദിലീപ് എന്നുള്ള പേരുള്ളത് കൊണ്ട് ആൾക്കാർ ക്ലിക്ക് ചെയ്യും. അതിനുവേണ്ടി ഇങ്ങനെ ന്യൂസും റൂമേഴ്സും ക്രിയേറ്റ് ചെയ്ത് വിടുക എന്നുള്ളത് അഗൈൻ മാധ്യമക്കാരുടെ ഒരു രീതിയാണ്. അവർക്കും മുന്നോട്ട് പോകണ്ടേ. പക്ഷെ അതിനുവേണ്ടി മറ്റൊരാളുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയുള്ള കള്ളങ്ങൾ വിളമ്പിൽ ഒരു വേണ്ട, അതിന്റെ ആവശ്യമില്ല. പോസിറ്റീവായിട്ട് തന്നെ അവർക്ക് മുന്നോട്ട് പോയിക്കൂടെ? പോസിറ്റീവായിട്ട് സത്യം പറഞ്ഞു, സത്യസന്ധതയാണ് തെളിയിക്കേണ്ടത്, അല്ലാതെ വെറുതെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പോയിട്ട് കാര്യമില്ല. നമ്മുടെ മീഡിയ, അത് പ്രിന്റ് ആണെങ്കിലും വിഷ്വൽ മീഡിയ ആണെങ്കിലും സത്യമായിട്ട് തന്നെ റിവീൽ ചെയ്യാനുള്ള ഒരു ഗട്ട്സ് ഉള്ള മീഡിയ ആണ് ശരിക്കും വേണ്ടത്, അല്ലേ? ഇങ്ങനെ ഒരു ഫേക്ക് മീഡിയം അവർക്ക് ഇങ്ങനെ കുറെ ട്രോളാനും അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഇങ്ങനത്തെ കുറെ കൊമന്റ്സും ഇങ്ങനത്തെ അങ്ങനെയുള്ളതല്ലല്ലോ ജെനുവിൻ ആവുക, അല്ലേ? മനുഷ്യന്റെ ഒരു പേർപ്പസ് തന്നെ ജെനുവിൻ ആവുക എന്നുള്ളതാണ്. 90% മനുഷ്യരും ജെനുവിൻ അല്ല. It's a fact. ഞാൻ 100% genuine ആണോ? I don't think so. I try my best. Am I 100% genuine with every single thing I do in my life? No, sometimes I have to make an ingenuine decision to protect myself. സ്വാഭാവികമാണ്. പക്ഷെ നമ്മുടെ ലൈഫിന്റെ കോർ തന്നെ ഇൻജെന്യൂനിറ്റി ആക്കരുത്. എസ്പെഷ്യലി മറ്റാൾക്കാരുടെ ജീവിതത്തിനെ പറ്റി സംസാരിച്ച് അല്ലെങ്കിൽ മാസ് മീഡിയയിലോട്ട് ആക്സസ് ഉള്ള ആൾക്കാരാണെങ്കിൽ don't go spreading rumors, don't go spreading lies. സത്യം പറയാ, അതാണ് മീഡിയയുടെ ഉത്തരവാദിത്വം.